നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലിയാർ പഞ്ചായത്തിൽ ടെൻഡർ നടപടികൾ അട്ടിമറിക്കാൻ സർക്കാർ ഏജൻസിയുടെ മറവിൽ ശ്രമമെന്ന ഗുരുതര ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള LDF അംഗങ്ങൾ രംഗത്ത്. മലപ്പുറം തിരൂരങ്ങാടിയിൽ വൻ സ്പിരിറ്റ് വേട്ട. 20,000 ലിറ്ററിലധികം സ്പിരിറ്റ് ഡാൻസ് ഓഫ് സ്ക്വാഡ് പിടികൂടി. പാലക്കാട് SP-യുടെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടികൂടിയത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ജോയിന്റ് കൌൺസിൽ അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സൂചനാ പണിമുടക്കിനോടനുബന്ധിച്ച് നിലമ്പൂർ സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും സമര വിശദീകരണവും നടത്തി. ജനകീയ പങ്കാളിത്തത്തോടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് മെയ് 5, 6 തീയതികളിൽ നടക്കും. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘയോഗം നടന്നു. 66 വയസ്സിലും എഴുത്തിന്റെ തിരക്കിലാണ് നിലമ്പൂർ ഇടിവെണ്ണ സ്വദേശിയായ മാപ്പിളപ്പറമ്പിൽ മാത്യുവിന്റെ ഭാര്യ ആൻസി മാത്യു എന്ന വീട്ടമ്മ. 13 ദിവസങ്ങൾ കൊണ്ട് 280 പേജുകളിലായി കുടിയേറ്റ കർഷകരുടെ ജീവിതം പറയുന്ന ഇതാണ് അവരുടെ കഥ എന്ന നോവൽ ഇതിനകം വായനക്കാരുടെ മനസ്സ് കവർന്നു കഴിഞ്ഞു. വാർത്തകൾ വിശദമായി. ചാലിയാർ പഞ്ചായത്തിൽ ടെൻഡർ നടപടികൾ അട്ടിമറിക്കാൻ സർക്കാർ ഏജൻസിയുടെ മറവിൽ ശ്രമമെന്ന ഗുരുതര ആരോപണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള LDF അംഗങ്ങൾ രംഗത്ത്. പഞ്ചായത്തിന്റെ പേരിൽ സർക്കാർ ഏജൻസിയായ കെല്ലിന്റെ പ്രതിനിധിയോട് ടെൻഡറിൽ നിന്ന് പിന്മാറാൻ ഫോൺ ചെയ്ത് മറ്റൊരു ഏജൻസിയുടെ പ്രതിനിധിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ നിലമ്പൂർ പോലീസിൽ നേരിട്ടെത്തി പരാതിയും നൽകിയതായി LDF അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളെ സംബന്ധിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പഞ്ചായത്ത് നമ്മൾ ടെൻഡർ വെക്കും. ടെൻഡർ വെച്ച് കഴിഞ്ഞാൽ പദ്ധതികൾ വെച്ച് ടെൻഡർ വെച്ച് കഴിഞ്ഞാൽ പല പല ഏജൻസികളുണ്ട്. സിൽക്കോ, അഡ്കോ അങ്ങനെ പല ഏജൻസികൾ ഈ ടെൻഡർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പല കോഴിക്കോടായാലും കോട്ടയായാലും അവിടേക്ക് ഈ കമ്പനി ഉണ്ട്. സർക്കാരിൻ്റെ ഉത്തരവ് അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ്. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ മാനേജർമാർ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിളിക്കുകയുണ്ടായി. ഇന്നേ സെക്രട്ടറി പഞ്ചായത്തു നിന്ന് ആണ് ഇങ്ങനെ വിളിച്ചത്. ഞങ്ങളിങ്ങനെ ടെൻഡർ വിളിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ ടെൻഡർ വെക്കണ്ട, അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വ്യാജമായി വിളിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കുന്ന ഒരു പ്രവണത ചാലിയാർ പഞ്ചായത്ത് നടക്കാറുണ്ട്. ഈ ടെൻഡറിൽ നിന്നും മറ്റ് ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ പ്രവൃത്തികൾ സ്വന്തമാക്കാനാണ് 3 സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായ ഈ കരാറുകാരൻ ശ്രമിക്കുന്നതെന്നും നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ ആരോപിച്ചു. സിഡ്കോ, റെയ്ഡ്കോ, ഹഡ്കോ എന്നീ സർക്കാർ ഏജൻസികളുടെ പ്രതിനിധിയായി കഴിഞ്ഞ 8 വർഷത്തോളമായി പഞ്ചായത്തിലെ മരാമത്ത് ജോലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിനിധിയാണ് ഈ ടെൻഡർ അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നുമാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇയാൾ കെല്ലിന്റെ പ്രതിനിധിയെ വിളിച്ചത്. ഈ ടെൻഡറിൽ നിന്നും പിന്മാറണമെന്നാണ് ആവശ്യം. കെൽ പ്രതിനിധി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചതോടെയാണ് കള്ളി പുറത്തായത്. നിലവിൽ കെൽ ഉൾപ്പെടെ ഈ ടെൻഡറിൽ പങ്കെടുക്കുന്നുണ്ട്. ചാലിയാർ പഞ്ചായത്തിലെ തെരുവ് വിളക്ക് സ്ഥാപിക്കുന്നതിന് 20 ലക്ഷം രൂപയും ആദിവാസി നഗരങ്ങളിൽ സോളാർ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള 14 ലക്ഷത്തിന്റെയും പ്രവൃത്തികളാണ് ഈ ടെൻഡർ വിളിച്ചത്. ടെൻഡർ നടപടി 23-ന് പൂർത്തിയാകും. സർക്കാർ ഏജൻസികളെ പങ്കെടുപ്പിക്കാതെ താൻ പ്രതിനിധിയായ 3 സർക്കാർ ഏജൻസികളിൽ ഒന്നിന് പ്രവൃത്തി ലഭിച്ചാൽ പഞ്ചായത്ത് വകയിരുത്തിയ മുഴുവൻ തുകയും ലഭ്യമാക്കാനും ഈ ടെൻഡറിലൂടെ സർക്കാരിലേക്ക് ലഭിക്കേണ്ട തുക ഒഴിവാക്കുകയാണ് ഇയാളുടെ ലക്ഷ്യമെന്നും ഇവർ ആരോപിച്ചു. ഇയാൾ ഇതുവരെ ചെയ്ത പ്രവൃത്തികളിലും ടെൻഡറുകളിലും പോലീസ് വിജിലൻസ് അന്വേഷണം വേണം. ഇയാൾ അവകാശപ്പെടുന്ന സർക്കാർ ഏജൻസികളുടെ അനുമതിയോടെയാണോ ഇയാൾ ഇത്തരം ഇടപെടലുകൾ നടത്തുന്നതെന്നും അന്വേഷിക്കണം.
പഞ്ചായത്തിന്റെ പേര് പറഞ്ഞു നടത്തിയ ഫോൺ കോളുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മരാമത്ത് വർക്കുകൾ നടത്തുന്ന ഇയാളുടെ ഇടപെടലുകൾ ഈ ടെൻഡറുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അവസരം നൽകുവാൻ കൂടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു. വലിയ വലിയ പദ്ധതികൾ, ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി, ഏകദേശം ഒരു 34 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ ഈ തെരുവുകൾക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡർ ചെയ്യാൻ പോകുന്നത്. 20 ലക്ഷം തെരുവുകൾക്കും 14 ലക്ഷം പട്ടികവർഗ ഊരുകളിൽ സോളാർ വിളക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇത് ടെൻഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഷിനോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവന് ഈ അറിയപ്പെടുന്ന സിഡ്കോന്റെ ഏജൻസി ആയിട്ടാണ്. അപ്പോൾ സിഡ്കോ ആയാലും റെഡ്കോ ആയാലും അതുപോലെ തന്നെ ഹാർഡ്കോ, ഈ വിവിധ ഏജൻസികളെ പേരിൽ അവിടെ അവർ ടെൻഡറിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ഹാർഡ്കോൻ്റെ റെഡ്കോൻ്റെ ഒക്കെ പേര് കുറച്ചിട്ടിട്ട് ഇവൻ കുറച്ച് കൂട്ടിയിട്ടിട്ട് പദ്ധതി അടിച്ചു മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കുറേ ആളായി തുടങ്ങിയിട്ട് എങ്ങനെ അത് പിടിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ നടന്ന ഈ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ടെൻഡറിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയണു, ഈ ടെൻഡറിൽ ഞങ്ങളോട് പങ്കെടുക്കേണ്ട, ടെൻഡർ ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചിട്ടില്ല, സെക്രട്ടറി വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല, പഞ്ചായത്തിന് അങ്ങനെ ഒരിക്കലും വിളിക്കൂല എന്ന് പറഞ്ഞു പ്രസിഡന്റ് അവരെ നമ്പർ ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്പർ ആവശ്യപ്പെട്ടപ്പോൾ അവർ നമ്പർ അയച്ചു കൊടുത്തു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കയ്യിലുള്ള നമ്പറാണ്, ഷിനോസ് എന്ന് പറഞ്ഞ ഒരു കക്ഷിയുടെ നമ്പർ. അവരെ ഞാൻ നേരത്തെ പറഞ്ഞ സിഡ്കോന്റെ ഏജൻസിയാണ്. അപ്പോൾ ഇവരുടെ പരിപാടി എന്താ വെച്ചാൽ പുറത്തുനിന്ന് മറ്റുള്ള ഏജൻസികളെ തടയുന്നതിന് വേണ്ടി വ്യാജമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി വിളിക്കണോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിക്കണോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് അവരെ തടസ്സപ്പെടുത്തുക, ടെൻഡർ ഇവർ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഒരു സാഹചര്യത്തിൽ ഇനിയെങ്കിലും അത് തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിലയിൽ നമ്മൾ തൽക്കാലം പഞ്ചായത്ത് സെക്രട്ടറി അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ ചിലപ്പോൾ കോടതിയിൽ പരാതി കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. മനോഹരൻ, മുൻ പ്രസിഡന്റും നിലവിലെ അംഗവുമായ PT. ഉസ്മാൻ, CPM ചാലിയാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M. വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗം K. വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം തിരൂരങ്ങാടിയിൽ വൻ സ്പിരിറ്റുവേട്ട, 20,000 ലിറ്ററിലധികം സ്പിരിറ്റ് ഡാൻസ് ഓഫ് സ്ക്വാഡ് പിടികൂടി. പാലക്കാട് SP-യുടെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടികൂടിയത്. പാലക്കാട് SP-യുടെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടികൂടിയത്. ചരക്ക് ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്ത്. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. നീല കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ടാർപോളിൻ കൊണ്ടും മാലിന്യം നിറച്ച ചാക്കുകളും കൊണ്ടും മറച്ച നിലയിലായിരുന്നു. ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറെയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ, പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മൊയ്തീൻ നേരത്തെയും സ്പിരിറ്റ് കേസുകളിലെ പ്രതിയാണ്. സൂത്രധാരനും ഇയാൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ജോയിന്റ് കൗൺസിൽ അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സൂചനാ പണിമുടക്കിനോടനുബന്ധിച്ച് നിലമ്പൂർ സിവിൽ സ്റ്റേഷനിൽ പ്രകടനവും സമര വിശദീകരണവും നടത്തി. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി അനൂപ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുവാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക, 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ പൂർണ്ണമായും അനുവദിക്കുക, ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക, മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ സെക്രട്ടറി V. മുനവ്വിർ അധ്യക്ഷനായിരുന്നു. മേഖലാ പ്രസിഡന്റ് C. ഗിരീഷ് ബാബു, കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ KGOF ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ ജിബിൻ, സർവേ ഫീൽഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ണികൃഷ്ണൻ പട്ടരുത്ത്, P. അനിൽകുമാർ, ജോയിന്റ് കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് P, ബിജു BC, സജാദ്, ജയകൃഷ്ണൻ, സുബി സഖറിയ, ഡോക്ടർ സൂരജ്, ഡോക്ടർ ജിനു, K. നിധിൻ, ജൂബി ചെറിയാൻ, റിയാസ്, പ്രവീൺ, സുജിത GS എന്നിവർ സംസാരിച്ചു.
ജനകീയ പങ്കാളിത്തത്തോടെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ടൂറിസം കോൺക്ലേവ് മെയ് 5-6 തീയതികളിൽ നടക്കും. പരിപാടിയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം യോഗം ചേർന്നു. PV അബ്ദുൾ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ടൂറിസം രംഗത്ത് നിലമ്പൂരിനെ ആഗോള ബ്രാൻഡാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി സഹകരണത്തോടെ വിവിധ ടൂറിസം പദ്ധതികൾ ആവിഷ്കരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളിൽ നിലമ്പൂർ ടൂറിസത്തിന് ഇടം നൽകുക വഴി പ്രാദേശിക ടൂറിസം സ്ഥലങ്ങളുടെ വികസനവും ലക്ഷ്യമിടുന്നു. 2 ദിവസത്തെ ടൂറിസം കോൺക്ലേവിൽ വിശദമായ ചർച്ചകളും പദ്ധതി അവതരണവും നടക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ജനപ്രതിനിധികളും ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ടൂറിസം രംഗത്തെ പ്രമുഖരും കോൺക്ലേവിന്റെ ഭാഗമാകും. കയാക്കിംഗ് ഫെസ്റ്റ്, നിലമ്പൂർ മാരത്തോൺ, മിനി ബോട്ട് റേസ്, വിന്റേജ് ബൈക്ക് റാലി, മഡ് ഫുട്ബോൾ, കാളാപ്പൂട്ട് മത്സരം, ട്രക്കിംഗ്, സൈക്കിൾ റാലി, പട്ടം പറത്തൽ, കുതിരയോട്ടം, മെഹന്തി ഫെസ്റ്റ് എന്നിവ കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നടക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ ടൂർ ഓപ്പറേറ്റർമാരെ പങ്കെടുപ്പിച്ച് B2B ട്രാവൽ മീറ്റും മുൻനിര കമ്പനികൾ ഉൾക്കൊള്ളുന്ന ടൂറിസം എക്സ്പോയും കോൺക്ലേവിന്റെ ആകർഷണങ്ങളാണ്. PV അബ്ദുൾ വഹാബ് MP ചെയർമാനായി വിവിധ സബ് കമ്മിറ്റികൾക്ക് യോഗം രൂപം നൽകി. നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാരാട്ടുകുളം അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി V ഉമ്മർ കോയ പദ്ധതി അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K തങ്കമ്മു, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ P, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയാക്കിന തോപ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹില കമ്പാടം, ആര്യാടൻ ഷൌക്കത്ത്, CH ഇഖ്ബാൽ, TK അശോക് കുമാർ, എരഞ്ഞിക്കൽ ഇസ്മായിൽ, നോർത്ത് സൗത്ത് DFOമാരായ കാർത്തിക് ധനിക്ലാൽ, മലയത്ത് വിനോദ് P മേനോൻ, KP ഹുസൈൻ, P ഖാലിദ്, നാലകത്ത് ബീരാൻകുട്ടി, KP ജനീഷ് ബാബു, ആഷിഖ് റഹ്മാൻ, MK കടവത്ത്, സാക്കിർ സാഖി, ഷാജി കലായി, ജാഫർ പുലിയോടൻ, അർജുൻ P പ്രസന്നൻ, സമദ് നിലമ്പൂർ, T ഷാനവാസ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവച്ചേരി സ്വാഗതവും TP ഷഫീഖ് നന്ദിയും പറഞ്ഞു. 66-ാം വയസ്സിലും എഴുത്തിന്റെ തിരക്കിലാണ് നിലമ്പൂർ ഇടിവണ്ണ സ്വദേശിയായ മാപ്പിളപ്പറമ്പിൽ മാത്യുവിന്റെ ഭാര്യ ആൻസി മാത്യു എന്ന വീട്ടമ്മ. 13 ദിവസങ്ങൾ കൊണ്ട് 280 പേജുകളിലായി കുടിയേറ്റ കർഷകരുടെ ജീവിതം പറയുന്ന ഇതാണ് അവരുടെ കഥ എന്ന നോവൽ ഇതിനകം വായനക്കാരുടെ മനസ്സ് കവർന്നു കഴിഞ്ഞു. എറണാകുളം കേന്ദ്രമായുള്ള വായനപ്പുര പബ്ലിക്കേഷനാണ് 2023 നോവൽ പുറത്തിറക്കിയത്. 1940 മുതൽ 2023 വരെയുള്ള കർഷക കുടുംബങ്ങളുടെ ജീവിതമാണ് ഈ നോവലിലൂടെ നമുക്ക് മുന്നിലേക്ക് ആൻസി മാത്യു തന്റെ രചനയിലൂടെ എടുത്തുകാട്ടുന്നത്. 1940 മുതൽ 1980 വരെയുള്ള മലയോര കർഷകരുടെ ജീവിത സമരങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും എടുത്തുകാട്ടുന്നു. ജീവിക്കുവാൻ വേണ്ടി മലബാറിലേക്ക് കുടിയേറിയ കർഷക കുടുംബങ്ങൾ നേരിട്ട പ്രതിസന്ധികൾ ഇന്നത്തെ തലമുറയ്ക്ക് ഓർത്തെടുക്കുവാനും നോവലിലൂടെ സാധിക്കും. മലയോര കർഷകരുടെ ജീവിതം നോവലാക്കണമെന്നത് വലിയ ആഗ്രഹമായിരുന്നുവെന്ന് ആൻസി പറയുന്നു. മക്കൾ പൈസ തരും, എല്ലാം വായിച്ചു തരുന്നത് ഹസ്ബൻഡാണ്. ഒന്നുകൂടി എഴുതിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി എഴുതി വരണമെങ്കിൽ നമ്മൾ ആദ്യം എഴുതിയൊന്ന് വായിക്കണമല്ലോ. അപ്പോൾ ഒക്കെ വായിച്ചു തരും. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട്. ഇനി ഞാൻ കുറച്ച് നോവലേറ്റുകൾ എഴുതാണ്ട് വെച്ചാൽ സമൂഹത്തിന് എന്തെങ്കിലും മനസ്സിലാകുന്ന രീതി വെച്ചാൽ ഒരു നല്ല എന്തെങ്കിലും, അതായത് ഇപ്പോൾ കുറേ ഈ വൃദ്ധരൊക്കെ ഒറ്റയ്ക്കായിട്ടുണ്ട്. പല വൃദ്ധരും ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്നാലും അവർക്കൊരു വൃദ്ധമന്ദിരത്തിലേക്ക് പോവുക എന്നുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വരുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വൃദ്ധമന്ദിരങ്ങൾ ഒത്തിരി ആശ്വാസമായിരിക്കും, മക്കൾക്കും ആശ്വാസമാണ്. എന്നുവെച്ചാൽ ദൂരെയൊക്കെ ജോലിയുള്ള മക്കൾക്ക് അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് വീട്ടിൽ കിടക്കുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു മാനസികമായിട്ട് അവർക്കും ഒരു ആശ്വാസം ഉണ്ടാവും. ഒരു വൃദ്ധമന്ദിരത്തിലാകുമ്പോൾ നല്ല ചികിത്സയും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അതിനെക്കുറിച്ചൊരു ബോധം വരുന്ന രീതിയിൽ കുറച്ച് കഥകൾ എഴുതണമെന്നുണ്ട്. മാതാവ് അന്നമ്മ ചെറുപ്പകാലങ്ങളിൽ പറഞ്ഞു തന്ന കഥകളും അച്ഛന്റെയും അമ്മയുടെയും മാതാപിതാക്കൾ പറഞ്ഞു കേട്ടതുമായ കാര്യങ്ങൾ ഓർത്തെടുത്താണ് നോവൽ രചിച്ചത്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ ബാബു പുളിമൂട്ടിലാണ് നോവൽ എഴുതുവാൻ പ്രേരണ നൽകിയത്. കുറവിലങ്ങാട് ദേവമാതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോബിൻ ജോസ് ചാമക്കലയാണ് അവതാരിക എഴുതിയത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ജീവിതം എടുത്തുകാട്ടി ലോലിപോപ്പ് എന്ന നോവലിന്റെ രചന ആൻസി മാത്യു ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ അവതാരികയ്ക്കായി കാത്തിരിക്കുകയാണ്.
2020 കുറച്ച് ദൈവങ്ങളും കുറച്ചേറെ ദൈവങ്ങും എന്ന ചെറുകഥാ സമാഹാരവും പുറത്തിറക്കിയിട്ടുണ്ട്. പബ്ലിക്കേഷനുള്ള ചിലവ് വലുതാണ്. ഭർത്താവും മക്കളും ഒപ്പം നിൽക്കുന്നതിനാലാണ് പുസ്തകങ്ങൾ പുറത്തിറക്കുവാൻ കഴിയുന്നത്. 260ഓളം കവിതകൾ ഉൾപ്പെട്ട ഫേസ്ബുക്ക് കവിതകൾ പ്രസിദ്ധീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. 250ലേറെ ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവിത എഴുതി. തന്റെ പിതാവ് ജോസഫ് അധ്യാപകനായതോടെയാണ് ആൻസിയുടെ കുടുംബം മലബാറിലേക്ക് കുടിയേറ്റക്കാരായി എത്തിയത്. വീട്ടമ്മയായതോടെ എഴുത്തിൽ അല്പം പിന്നോട്ടു പോയ ആൻസി കഴിഞ്ഞ 10 വർഷമായി എഴുത്തിന്റെ ലോകത്താണ്. ഇടയ്ക്ക് കണ്ണിനൽപ്പം ചികിത്സ വേണ്ടി വന്നെങ്കിലും എഴുത്തിൽ നിന്നും പിന്നോട്ടു പോയില്ല. തന്റെ ചുറ്റുവട്ടമുള്ള ജീവിതങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലെ പ്രശ്നങ്ങളും പുറം ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആൻസി തന്റെ തൂലിക പ്രയോജനപ്പെടുത്തുന്നു. പുതിയ കാലഘട്ടത്തിൽ വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകുന്ന രക്ഷിതാക്കൾ വയോജനങ്ങളിലേക്ക് മാറുന്നതിൽ തെറ്റില്ലെന്നാണ് ആൻസി പറയുന്നത്. പ്രശ്നങ്ങൾ എടുത്തുകാട്ടുന്ന നോവൽ പ്രസിദ്ധീകരിക്കുവാനും ലക്ഷ്യമിടുന്നു. കേരള സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജ് കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഓർഫനേജ് ഫെസ്റ്റ് ജനുവരി 25 ശനിയാഴ്ച നിലമ്പൂർ യത്തീംഖാനയിൽ വെച്ച് നടക്കും. ശനിയാഴ്ച രാവിലെ 9:30 PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ മുസ്ലിം ഓർഫനേജിൽ വെച്ച് നടക്കുന്നു. കാലത്ത് അഭിനന്ദനായ രാജ്യസഭാ MP PV അബ്ദുൽ വഹാബ് അവർ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ജില്ലാ പ്രസിഡന്റ് സീനിയർ സെക്രട്ടറി അധ്യക്ഷത വഹിക്കുന്നതാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ KP, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലമ്പൂർ മുസ്ലിം ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ഇസ്മായിൽ മുത്തേടം, നിലമ്പൂർ മുസ്ലിം ഓർഗനൈസേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് PV അലി മുബാറക്, നഗരസഭാ ചെയർമാൻ മാഹ്മൂദ് സലീം, സുഹൈൽ ചുങ്കത്ര, അബ്ദുറഹ്മാൻ അലി കുട്ടമ്പാറ തുടങ്ങിയവർ ഉദ്ഘാടന സെഷൻ സംബന്ധിക്കുന്നതാണ്. വൈകിട്ട് നടക്കുന്ന സമാപന സെഷനിൽ PK ബഷീർ MLA ട്രോഫികൾ നിർവഹിക്കുന്നു. KSMOCC ജില്ലാ പ്രസിഡന്റ് CM കുട്ടി സഖാഫി വെള്ളേരി അധ്യക്ഷനാവും. ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം, PV അലി മുബാരക്, അമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ, KSMOCC ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ മുബാരക് പടിഞ്ഞാറ്റുമുറി, TP സലീം എടക്കര, അബ്ദുറഹ്മാൻ ദാരിമി കൂറ്റമ്പാറ, സുഹൈർ ചുങ്കത്തറ, ഡോക്ടർ N ഷിഹാബുദ്ദീൻ എന്നിവർ സംബന്ധിക്കും. സമ്മാനദാനം PK ബഷീർ MLA നിർവഹിക്കും. KMOCCയുടെ ജില്ലാ ഘടകമാണ് ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നത്. ഓർഫനേജുകളുടെ സഹായ സഹകരണങ്ങളും വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിലെ പുരോഗതിയുമാണ് കോർഡിനേഷന്റെ ലക്ഷ്യം. 45 മുസ്ലിം യത്തീംഖാനകൾ ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്നു. വർഷാവർഷങ്ങളിൽ വിപുലമായാണ് യത്തീംഖാന ഫെസ്റ്റ് നടത്തിവരുന്നത്. ഈ വർഷം 500-ൽ അധികം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും യത്തീംഖാനകളിലെ വിദ്യാർത്ഥികൾ ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഖുർആൻ പാരായണം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, ക്വിസ്, ചിത്രരചന, കാലിഗ്രാഫി ഇനങ്ങളിലാണ് പ്രധാന മത്സരങ്ങൾ. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളാണ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. കേരള സ്റ്റേറ്റ് മുസ്ലിം ഓർഫനേജുകളുടെ കൂട്ടായ്മയാണ് KMOCC സംഘടന. അതിന്റെ മലപ്പുറം ജില്ലാ ഘടകം നടത്തുന്ന ഫെസ്റ്റ് ഈ വരുന്ന ജനുവരി 25 ശനിയാഴ്ച നിലമ്പൂർ യത്തീംഖാനയിൽ വെച്ച് നടക്കുന്നത്. നമുക്കറിയാം, യത്തീംഖാനകളാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്, വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് ഏറ്റവും അടിത്തറയായി നിലകൊണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ കേരളത്തിലെ മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടും. JDT സ്ഥാപനങ്ങൾ നമുക്കറിയാം. കോഴിക്കോട് ധാരാളം ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവിടെയും ആദ്യം ആരംഭിച്ചത് അതിന്റെ ചുറ്റുഭാഗത്തായിട്ടാണ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. PSMO കോളേജ് തിരുവങ്ങാട് യത്തീംഖാനയുടെ തിരുമുറ്റത്തിൽ വളർന്നു വന്ന സ്ഥാപനമാണ്. അതുപോലെ തന്നെ ഈ രംഗത്ത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ചില സ്ഥാപനങ്ങളും ഉണ്ട്. ഏതായാലും ഒരു വലിയ ഒരു സംരംഭമാണ്. ഈ സംരംഭത്തിന്റെ വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിലുള്ള മികവ് പ്രകടിപ്പിക്കുന്ന രംഗമാണ്
ഇവിടെ മറ്റൊരുക്കാൻ പോകുന്നത് 500-ലധികം വിദ്യാർത്ഥികൾ വിവിധ ദിനങ്ങളിലായി ഇവിടെ മത്സര രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ CM കുട്ടി സഖാഫി വെള്ളേരി, ഡോക്ടർ N ഷിഹാബുദ്ദീൻ, സലീം എടക്കര, PM ഉസ്മാൻ അലി, IP ഉമർ വാഫി എന്നിവർ പങ്കെടുത്തു. എടക്കര കളേഴ്സ് വെഡിംഗ് കേസിൽ വർഷം തോറും നടത്തിവരുന്ന സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ടുള്ള 31 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന മെഗാ ഇയർ എൻഡ് സെയിൽ അവസാന നാളുകളിലേക്ക്. മെഗാ ഇയർ എൻഡ് സെയിൽ ജനുവരി 31 വരെ. മെഗാ ഇയർ ആൻഡ് സെയിൽ ഇനി 7 ദിവസം മാത്രം. എല്ലാവിധ തുണിത്തരങ്ങളും 75% വിലക്കുറവിലും തിരഞ്ഞെടുത്ത തുണിത്തരങ്ങൾ 90% വിലക്കുറവിലും ഈ 7 ദിവസത്തിനുള്ളിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.